നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭയിൽ ഒരു ബാനർ ഉയർന്നു. അതിലെ വാചകം പിണറായി വിജയന്റെ നെഞ്ചിൽ തറച്ചു. കേരളം കൊള്ളയടിച്ച് PV ആൻഡ് കമ്പനി. ഇതാണ് ബാനറിൽ എഴുതിയിരുന്നത്. ഈ ലേബലിൽ ഇനി പിണറായി കുടുംബം അറിയപ്പെടും. ജനങ്ങളുടെ മനസ്സിൽ ഇത് ഊട്ടി ഉറപ്പിക്കാൻ പ്രതിപക്ഷം ഇറങ്ങിക്കഴിഞ്ഞു. അഴിമതി പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് പിണറായി കുടുംബത്തെ ഒന്നടങ്കം തീച്ചൂളയിൽ നിർത്തുന്നതാണ്. PV ആൻഡ് കമ്പനി തട്ടിപ്പിന്റെ അധോലോകമെന്ന് പ്രതിപക്ഷം പേരിട്ട് കഴിഞ്ഞു. മകളും അച്ഛനും മകനും ചേർന്ന് നടത്തിയ അഴിമതികളുടെ ചുരുളഴിയണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. പിണറായി വിജയൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. എന്നാൽ ഇനി ഭൂമി കുലുങ്ങിയാലും പിണറായി കുലുങ്ങില്ല. അത് മടിയിൽ കനമില്ലാത്തതുകൊണ്ടല്ല, തൊലിക്കട്ടി അത്ര കൂടുതലാണ്, അതുകൊണ്ടാണ്. കുടുംബത്തോടെ കക്കുന്നു എന്ന ആരോപണം കേട്ട വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടാകില്ല. എന്നാലും രാജിവെക്കാതെ കസേരയിൽ അള്ളിപ്പിടിച്ചു കിടക്കും. വീണയെക്കുറിച്ച് സഭയിൽ ഒരു ചോദ്യം വന്നാൽ അപ്പോൾ ഇളകും ഭരണപക്ഷം. ആ ചോദ്യം അടിച്ചമർത്താനായിരിക്കും പിന്നെ നീക്കം. സഭയിൽ നടന്നതും അതുതന്നെയാണ്. വീണ വിജയനെതിരായ SFIO അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ചട്ടപ്രകാരമല്ല അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് കാണിച്ചാണ് സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി. നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നേടി നോട്ടീസ് എഴുതി നൽകിയത്. എന്നാൽ ചട്ടപ്രകാരമല്ലെന്ന് കാണിച്ച് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. കേരളം കൊള്ളയടിച്ച് PV ആൻഡ് കമ്പനി എന്നെഴുതിയ ബാനർ പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത്. സഭയ്ക്ക് പുറത്ത് പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തി പ്രതിപക്ഷ അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾക്കെതിരായ കണ്ടെത്തലുകൾ ആരോപണങ്ങൾ മാത്രമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാർ സ്ഥാപനമായ KSIDC കൂടി അന്വേഷണ പരിധിയിലുള്ള സാഹചര്യത്തിലാണ് രാവിലെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നത്. കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? അടിയന്തര പ്രമേയത്തിന് പോലും അനുമതി കൊടുക്കുന്നില്ല. വസ്തുതകൾ ബോധിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? കരാർ അനുസരിച്ചുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് എക്സാലോജിക് വൻതുക കരിമണൽ കമ്പനിയായ KMRL നിന്ന് കൈപ്പറ്റിയിരുന്നതെന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ലെന്നായിരുന്നു CPM-ഉം മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം. എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. പകരം ആ ചുമതല ഏറ്റെടുത്തത് CPM സംസ്ഥാന നേതൃത്വമാണ്. അവർക്കാകട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് പോലും വ്യക്തമായ ഉത്തരം നൽകാനുമായിട്ടില്ല. ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത്. എക്സാലോജിക്കിന് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും പണം പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും. വീണമോൾക്ക് വേണ്ടി മെഴുകാൻ നേതാക്കന്മാർ ഓരോരുത്തരായി ഇറങ്ങിയിട്ടുണ്ട്. AK ബാലൻ രംഗത്ത് വന്നിട്ടുണ്ട്. വന്ന പാടെ മാധ്യമങ്ങളെയും കേന്ദ്രത്തോടും രണ്ട് ചാട്ടം. മുഖ്യമന്ത്രിക്ക് നേരെയാണ് ആക്രമണമെന്നാണ് CPM വിലയിരുത്തുന്നത്. വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അവഹേളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് AK ബാലന്റെ വിമർശനം. ഫെബ്രുവരി 12-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കുന്ന കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം 6 അംഗ സംഘത്തെ വീണ്ടും അന്വേഷണത്തിന് വയ്ക്കുകയാണ്. 3 അംഗ സംഘം നിലവിൽ അന്വേഷണം നടത്തിയതിന് പുറമെയാണിത്. കേന്ദ്ര ഏജൻസികൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുടെ പരിഹാസ്യമായ തെളിവാണിത്. ഒരു മനുഷ്യനെ കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണിത്.
ഇതിന് പിന്നിൽ വൻ ശക്തികളുണ്ട്. പൊതുസമൂഹത്തിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൽ വ്യക്തത വരും, എ കെ ബാലൻ പറഞ്ഞു. വിഷയത്തിൽ അഴിമതി ആരോപിച്ച് വിജിലൻസ് കോടതിയിൽ ഒരു പരാതിയെത്തി. അത് കോടതി തള്ളി. അതിനെതിരായ ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിലുണ്ട്. മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരെ ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി 6 അംഗ കമ്മീഷനെ വെച്ചത്? എങ്ങനെ വേട്ടയാടിയാലും പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ പ്രതികൂലമായ വിധി ഉണ്ടാക്കാൻ കഴിയില്ലെന്നും എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട്. എം വി ഗോവിന്ദനും വീണയ്ക്ക് വേണ്ടി ക്യാപ്സൂൾ ഇറക്കുന്ന തിരക്കിലാണ്. SFIO അന്വേഷണം നടത്തുന്നെങ്കിൽ നടത്തട്ടെ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നതെന്ന ചോദ്യം CPM-ന് നേരെ ഉയരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.